അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ആനുവൽ ലീവൊക്കെ തുടങ്ങി കേട്ടോ. എനിക്ക് ഇനിയൊരു 2 വീക്സ് ആനുവൽ ലീവാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ഇത് കണ്ടോ, ഞങ്ങളുടെ ഗാർഡൻ ഏഞ്ചൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് പുള്ളിക്കാരെ കാണാൻ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അത് ഞങ്ങൾ ആദ്യം നമ്മുടെ വീടിനകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ വിൻഡോ സൈഡിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കേർട്ടൻ ഇട്ടപ്പോൾ കേർട്ടൻ പെട്ടെന്ന് വന്ന് അതിൻ്റെ നമ്മുടെ വിങ്സിലോട്ട് അത് തട്ടി അതിൽ നിന്ന് ഒരു വിങ്സ് ഇങ്ങനെ ഇളകി പോകുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ലീവൊക്കെ തുടങ്ങി ഇനി ഇതുപോലെ 2-3 സാധനങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ ഒട്ടിക്കാനും ഒക്കെ റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഗാർഡൻ ഏഞ്ചലിൽ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂപ്പർ ഗ്ലൂ ഒക്കെ എടുത്ത് ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അതിന് ശേഷം ഒന്ന് മെല്ലെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൂപ്പർ ഗ്ലൂ എടുത്ത് വെച്ചിട്ട് ഗാർഡൻ ഏഞ്ചലിൻ്റെ വിങ്സ് തന്നെ ആദ്യം ഫിക്സ് ചെയ്തു. അപ്പം നമ്മുടെ സൂപ്പർ ഗ്ലൂ 60 സെക്കൻഡ് വെയിറ്റ് ചെയ്യണമെന്ന് അതിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഈ വിങ്സ് വരുന്നത്. അപ്പം അതൊരു 60 സെക്കൻഡ് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്തു കേട്ടോ. ഇപ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റിക്കായി ഓൾമോസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ, റെഡിയായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. കാരണം അതൊരു ഗിഫ്റ്റ് തന്നു, എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ ചൈനീസ് ബെല്ലിൻ്റെ ആ ഒരു ഇതില്ലേ, താളം, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബാണ് നമുക്ക്. അത് ഗാർഡനിലാണ് വെക്കുന്നത്. പക്ഷേ എനിക്കത് ഗാർഡനിൽ വെക്കാൻ താല്പര്യമില്ല, മഴ നനയെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീടിനകത്ത് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഗാർഡനിൽ തന്നെ വെക്കാം. അങ്ങനെ എൻ്റെ ഗാർഡൻ ഏഞ്ചലും ഹാപ്പി, ഞാനും ഹാപ്പി. സീ യു ലേറ്റർ, ബൈ ബൈ.